ആടി ഇപ്പോൾ വീട്ടുകാരാണല്ലേ. കാര്യം പറ നീ. പുല്ലേ നിന്നെനിക്ക് വേണ്ട. നീ കണ്ടോ എന്റെ കഥ സിനിമയാ പോണടി. ഞാൻ സിനിമക്കാരൻ പോണടി പുല്ലേ. എന്റെ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുമ്പോ നീ നിന്റെ ബെസ്റ്റിയോട് പോയി കണ്ട് കരഞ്ഞോട് ഇറങ്ങണേ കാണൂടി. വെച്ചിട്ട് പോയി പുല്ലേ. ആ ആ ഇരിക്കി. എവിടുന്ന വരുന്നേ? പെരുമ്പാവൂര്. ഓ ഇരിക്കി. എന്തത്? കാലോട്ട് ശരി മോനെ ചെല്ല്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്നെനിക്കിവിടെ കഥ പറയാൻ അവസരം തന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും അയ്യോ എന്റെയും എന്റെ വീട്ടുകാരുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഓ സാധനം ഉണ്ടായിരുന്നല്ലോ. ആ റെഫറൻസ് മ്യൂസിക്കിന് വേണ്ടിയിട്ടാണ്. റെഫറൻസ്. ആ ഓ എടാ നമുക്ക് അങ്ങനെ വരണം. മേടിക്കാം. അല്ലേ? പിന്നെ പിന്നെ. കൊള്ളാം. പെട്ടെന്ന് പറ, ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ് ഉള്ള സമയം. 5 മിനിറ്റിൽ പറയണല്ലേ? അതെ. അതെ. ഒരു ജിബ് ഷോട്ട് ആകാശത്ത് നിന്ന് താഴേക്ക് പാൻ ചെയ്യുമ്പോൾ പടർന്നു പന്തലിച്ച് കിടക്കുന്ന പെരുമ്പാവൂരിലെ ഒരു പ്ലൈവുഡ് തോട്ടം. പ്ലൈവുഡ് തോട്ടാ? കമ്പനി. പ്ലൈവുഡ് കമ്പനി. കമ്പനി. അതെ കമ്പനി. അവിടെ ആയിരക്കണക്കിന് അന്യദേശ തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരെ അരെ ക്യാ ഭായ് ക്യാ ഭായ്, എന്താണ് ഭായ്, മാറിക്ക് ഭായ്, കുഞ്ഞിക്ക് ഭായ്, മാറിക്ക് ഭായ്, ക്യാ കർത്താ ഹെ തൂ. ആംബിയൻ സൗണ്ടാണ് ഇവരുടെ കഷ്ടപ്പാടും ബഹളമൊക്കെ കേൾക്കും. റെഫറൻസ് ആയിക്കോട്ടെ. അല്ലേ? ആ. അപ്പൊ ഇതിന്റെ ഇടയിലേക്ക് നമ്മുടെ 2 നായകന്മാർ കാലെടുത്ത് വെക്കുകയാണ്. സഞ്ജു, രാജു. അവരുടെ കഥയാണ് നമ്മുടെ സിനിമ. നോർത്തിൽ എവിടെയോ നിന്ന് വീട്ടിലെ കഷ്ടപ്പാടും ദാരിദ്ര്യവും താങ്ങാനാവാതെ ഒരു ബാഗ് നിറയെ സ്വപ്നവുമായി അവർ കേരളത്തിലോട്ട് വണ്ടി കയറുകയാണ്. എത്തി, കേരളത്തിലെത്തി. മതി മതി മതി. അങ്ങനെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഗൾഫായ കേരളത്തിന്റെ റാസൽ കൈമയായ പെരുമ്പാവൂരിലേക്ക് അവർ കാലെടുത്ത് വെക്കുകയാണ്. അന്നേരം പൊടികളൊക്കെ ഇങ്ങനെ പൊളി. അങ്ങനെ അവിടെ വന്ന് കുറച്ചു കാലം ആ പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവർ മനസ്സിലാക്കുവാണ് അവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ബംഗ്ലാവ് വയ്ക്കാൻ പോയിട്ട് ഹാൻഡ്സ് വയ്ക്കാൻ പോലും അത് തികയില്ലാന്ന്. എന്ത് ചെയ്യും? സഞ്ജുബയുടെ മനസ്സിൽ അപ്പോഴാണ് ഒരു ഐഡിയ ഉദിക്കുന്നത്. നാട്ടിൽ 5 രൂപയ്ക്ക് ഇടുന്ന ഹാൻഡ്സിന് ഇവിടെ വില 50 രൂപ. അവൻ്റെ ഉള്ളിലെ ബിസിനസ് ടൈക്കും ഉണർന്നു. അവൻ നേരെ രാജുവിൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ അടുത്ത് ഈ പ്ലാൻ പറഞ്ഞ് നേരെ നാട്ടിലേക്ക് വണ്ടി കയറുകയാണ്. നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ തൻ്റെ മുഷിഞ്ഞ കുപ്പായങ്ങൾ മാത്രം നിറച്ച കവറുമായി പോയ അവർ തിരിച്ചു വന്നപ്പോൾ കയ്യിൽ ഹാൻഡ്സ് നിറഞ്ഞ 3 മതിച്ച കവർ. ആലുവ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നിറങ്ങിയപ്പോൾ അവർ കാണുന്നത് മുന്നിൽ നിൽക്കുന്ന പോലീസുകാരാണ്. നേരെ ഫ്രണ്ട് ഡോഗ് സ്ക്വാഡുമായി നിൽക്കുന്ന കേരള പോലീസ്. അവർ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിച്ച ഹാൻഡ്സിന്റെ 3 ബാഗുകളുമായി നേരെ സെൻട്രൽ ജയിലിൽ പോയി ഗോതമ്പുണ്ട് തിന്നുന്ന സീനാണ് അവരെ മനസ്സിലോടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ വീണ്ടും ട്വിസ്റ്റ്. മണക്കാൻ വന്ന ആ പട്ടി അവരുടെ ബാഗിന് പകരം തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന ബാഗിൽ ചെന്നിട്ട് മണത്തു നോക്കി. എന്താണ് അതിൻ്റെ ഉള്ളിൽ? പോലീസുകാർ ചന്നം പിന്നെ ഓടി ഒന്ന് തുറന്നു നോക്കി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ 4 പെട്ടി. 4 ബോക്സാ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. പോലീസുകാർ മുമ്പില് പട്ടിവട്ടനായിരുന്നു. അപ്പൊ ആ തക്ക നോക്കിയിട്ട് നമ്മുടെ രാജുബായും സഞ്ജുബായും ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് പെരുമ്പാവൂർ ഗാന്ധി സ്ക്വയർ വല്ല ഒരു ഓട്ടം. സിംഗിൾ ഷോട്ട്. ഇത്രയും ദൂരാ? സിംഗിൾ ഷോട്ടാ? ബാഗിലുണ്ടായിരുന്ന ഹാൻഡ്സ് കവറുകൾ വാരി വിതറിക്കൊണ്ട് അവർ അലറുകയാണ്. എന്തത്? അലർച്ച സന്തോഷത്തിന്റെ.
സന്തോഷം വരുമ്പോ ഇങ്ങനെ. സഞ്ജുവാടി ഈ അലർച്ച കേൾക്കുമ്പോ നമ്മുടെ രാജുബായും കൂടെ വീണ്ടും അലറുകയാണ്. ആ. വെറും സഞ്ജുവും രാജുവുമായി വന്ന അവരിൽ നിന്ന് സഞ്ജുബായും രാജുബായും ആവുന്ന അവരുടെ അതിഗംഭീരമായ അവരുടെ ഒരു ഗ്രോത്താണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ റെഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. റെഫറൻസ് ഒക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ എന്താണ്? അവരുടെ വളർച്ച. ഏത് ഘട്ടം ഘട്ടമായിട്ടുള്ള ഗ്രോത്താ? ആ പാട്ടിന് ശേഷം അവർ വളർന്നു വലുതായി. എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ് ഓഫ് ഹാൻഡ്സ്. അങ്ങനെ ഒരു വലിയൊരു ഒരു സാമ്പ്രദായം തന്നെ കേരളത്തിൻ്റെ ഇടയിൽ കൂടെ അവർ പടച്ച് ഉണ്ടാക്കിയാണ്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവിടെ 3 പേര് രാജുബായിന്റെ ചുറ്റും. അവരങ്ങോട്ടും ഒരു ഫൈറ്റ്. നിലത്തോടൊന്നും റെഫറൻസ് ഒന്നും വേണ്ട. ചെല്ലി അവിടെ പോയി, അവിടെ പോയി. റെഫറൻസ് അതൊന്നും വേണ്ട. അപ്പൊ ഇങ്ങനെ ഒരു പ്ലെയറാണ് കൈ കിട്ടിയത് പുള്ളിക്ക്. അപ്പൊ അത് വെച്ച് എല്ലാവരും ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് പുള്ളി വീഴ്ത്തുന്നുണ്ട്. ഇതാരാണ് ഇത് ചെയ്തതെന്ന് ആൾക്കറിയാൻ പാടില്ല. എന്നിട്ട് രാജുബായിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, കൂൾ രാജ. താനറിയാതെ തൻ്റെ നൻപൻ പെരുമ്പാവൂരുൾപ്പെടെ എല്ലായിടത്തും കൂൾ കച്ചവടം തുടങ്ങിയിരുന്നു. കൂൾ മാഫിയ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് സഹിക്കാനാവാതെ പുള്ളി നേരെ പോവാണ്. അപ്പോൾ ജിബ് ഷോട്ടിൽ ദിങ്ങനെ വന്നിട്ട് ദിങ്ങനെ ഷോ. എങ്ങനെയുണ്ട്? പൊളി. ഇഷ്ടമായി? കൊള്ളാലേ? കൊള്ളാം. പിന്നുള്ള സീൻ എന്ന് പറഞ്ഞാൽ തോക്കെടുത്തിട്ടുണ്ടല്ലോ. തോക്കെടുത്ത് തലയിലോട്ട് ഉണ്ടില്ല. തോക്ക് ഉണ്ടയില്ലാത്തോണ്ടാണ്. അല്ലെങ്കിൽ അത് ഉണ്ടയില്ലാന്ന് നമ്മുടെ സഞ്ജുബായിക്ക് അറിയാം. അതുകൊണ്ടാണ് പുള്ളി ഷൂട്ട് ചെയ്തത്. കാരണം അൻപനെ എത്രയായാലും കൊല്ലാൻ പുള്ളിക്ക് കഴിയില്ലല്ലോ. അങ്ങനത്തെ വിഷയമുണ്ട്. ഇനിയൊരു ഫൈറ്റാണ്, ക്ലൈമാക്സ് ഫൈറ്റ്. രാജുബായും സഞ്ജുബായും തമ്മിലുള്ള ഫൈറ്റ്. ഒരു ഭാഗത്ത് സഞ്ജുബായിന്റെ ആൾക്കാർ, മറുഭാഗത്ത് രാജുബായിന്റെ ആൾക്കാർ. ഇവർ തമ്മിലുള്ള കംപ്ലീറ്റ് ഫൈറ്റ്. ഇതിനിടയിൽ സഞ്ജുബായിന്റെ ആൾക്കാർ രാജുബായിന്റെ ആൾക്കാർ കംപ്ലീറ്റ് ആയി കീഴടക്കുന്നു. ഇതിനിടയ്ക്ക് രാജുബായിന്റെ ലെഫ്റ്റ് ഹാൻഡ് മുരുകപ്പൻ ആ കത്തിയങ്ങ് എടുത്തിട്ട് സഞ്ജുബായി ഇതേ ടൈമിങ്ങിലാണ് സഞ്ജുബായിനെ രാജുബായി കീഴ്പ്പെടുത്തുന്നത്. അല്ല ഇങ്ങനെ അവിടെ നമ്മുടെ സ്റ്റോറിയുടെ ടൈറ്റിൽ പാൻ ബായ്, ഒരു പാൻ ഇന്ത്യൻ സ്റ്റോറി. എങ്ങനെയുണ്ട്? സാറേ, അപ്പോ എങ്ങനെയുണ്ട് പരിപാടികൾ? പുറത്ത് ഓട്ടോക്കാരൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അഡ്വാൻസ് ഇട്ടറിഞ്ഞ് പുള്ളി കൊടുക്കാനുള്ളത്. ഓട്ടോയ്ക്ക് മോൻ എത്ര വേണ്ടേ? ഓട്ടോയ്ക്ക് ഒരു 1000 രൂപ അല്ലേ? നമ്പർ എനിക്കറിയാം, ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. അല്ല സാർ, ഈ ഓട്ടോറിക്ഷ മാത്രം കൊടുത്താൽ പോരാ, ബാക്കി കാര്യങ്ങൾ നോക്കണ്ടേ? പ്രീ പ്രൊഡക്ഷൻ നാളെ അഡ്വാൻസ് നാളെ. എന്നാ ഞാനും കൂടെ ഇവിടെ നിൽക്കല്ല. ഇന്നിപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. അതുകൊണ്ടാ പൈസ സാറേ. തൽക്കാലം നീ ഇപ്പൊ ഇവിടുന്ന് പോകും. എനിക്ക് ഇതൊക്കെ നീ തന്നെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. വീട്ടിൽ ഞാൻ സിനിമ കയറാൻ പോകുന്ന പറഞ്ഞാൽ വീട്ടിൽ പോകാൻ പറ്റില്ലേ? നിങ്ങളുടെ വീട്ടിലല്ല, ഞാനിവിടെ കൂടിക്കോളാം സാറേ. എന്താണ് സാറേ? വിളിക്കാം വിളിച്ചോളൂ, ഉറപ്പാണ് വിളിച്ചോളൂ. മോനിപ്പ ചെല്ല്, ചേട്ടൻ വിളിക്കാം. ഒഴിവാക്കല്ല, ഞാൻ പൈസ ഇടാം. മോൻ ചെല്ല്, ധൈര്യമായിട്ടിരിക്കട്ടാ, ധൈര്യമായിട്ടിരിക്കും. ചെല്ല്. ഞാൻ പോവില്ല. മോൻ ചെല്ല് മോനെ. അജയ് വന്നേടാ. അത് എനിക്കുള്ള ശമ്പളം ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടിമയോടെ നിന്നോളാം. വിളിക്കും. അവൻ വിളിക്കുന്നു പറഞ്ഞാ വിളിച്ചിരിക്കും. എല്ലാത്തിനും സമാനം. ഒരവസരം താട്ടെ. ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താണ് സാറേ? ചേട്ടൻ വിളിക്കാം. മോൻ ടെൻഷൻ അടിക്കണ്ട സാറേ. വിളിക്ക മോനെ. നീ പെരുമ്പാർക്കാണോ? കാണിച്ചു തരാം. മാങ്ങാണികളെ പന അറിയില്ല എന്നെ. ഏതാടത്? എന്ത് സാധനമാണിത്? ചേട്ടൻ പറഞ്ഞ പോലെ നല്ല ബിസിനസ് ഒന്നും നടക്കില്ല. മൊത്തം
എവിടെ നോക്കിയാണ് മിണ്ടല്ലേ മിണ്ടല്ലേ ഏതാ എവിടെ നോക്കിയാണ് നടക്കുന്നത് കേറുവാടാ ഞാൻ പറയാ നീ ഇങ്ങട് വന്നിട്ട് എന്താടാ കേറി വാടങ്ങ് വാ. ബാവേ അതോ കേട്ടാ 1000 രൂപ തരൂ. ബാവേ അതാ നേരത്തെ ദേഷ്യത്തിൽ പറഞ്ഞല്ലേ. നീ ഇത് സീരിയസ് ആവല്ലേ ഇതൊക്കെ? രാവിലെ ചോദിച്ചാൽ ചോട